ഹായ് എവ്രി വൺ. Q&A എസ്റ്ററിൻ്റെ പുസ്തകത്തിൽ നിന്നും പാർട്ട് 4 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉപവാസം എന്ന ആയുധമെടുത്ത് തിന്മയ്ക്കെതിരെ എങ്ങനെ പോരാടണം, അങ്ങനെ ഉപവാസം എന്ന ആയുധം തിന്മയ്ക്കെതിരെ പോരാടുന്ന ഭക്തനെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്, തനിക്കും ഇസ്രായേൽ ജനത്തിനും 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച ശേഷം രാജസന്നിധിയിൽ ചെല്ലുന്നത് വിലക്കപ്പെട്ടിരുന്ന ദിവസമാണെന്നും അത് അവിടെ പ്രവേശിക്കുന്നവർക്ക് രാജാവിൻ്റെ വാൾ മരണം ലഭിക്കുന്നതായ ഒരു ശിക്ഷ ലഭിക്കുമെന്നുള്ളത് അറിഞ്ഞിട്ടും ഉപവാസത്തിൻ്റെ ധൈര്യത്തിൽ ശക്തിയുടെയും ലക്ഷ്യസാക്ഷാത്കാരത്തിനും വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യുമെന്നുള്ള ഉറച്ച ധൈര്യത്തിൻ്റെ പ്രതിഫലനത്തോടുകൂടി രാജസന്നിധിയിലേക്ക് പോകുന്ന എസ്തറും അവളുടെ നേരെ രാജാവ് വാൾ നീട്ടേണ്ടതിനു പകരം കൃപ തോന്നി സ്വർണ്ണ ചെങ്കോൽ നീട്ടുകയും അവൾ ധൈര്യപൂർവ്വം അടുത്തു ചെന്ന് അതിൻ്റെ അഗ്രത്തിൽ തൊടുകയും അവൾ നനച്ചതിലും അധികം വാഗ്ദാനം രാജാവിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഈ പോയിന്റ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഉപവാസം തിന്മയ്ക്കെതിരെ പോരാടുന്ന ഭക്തന്റെ ആയുധമെന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യം, അസൂയയും കോപം നിമിത്തം വിവേകം നശിക്കുന്നവരുടെ അനുഭവം വ്യക്തമാക്കുക. മൊർദെഖായോടുള്ള അസൂയ മൂത്ത ഹാമാൻ തൻ്റെ സ്നേഹിതന്മാരെയും ഭാര്യയെയും വിളിച്ചിട്ട് മൊർദെഖായിക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് ആലോചിക്കുകയും തൻ്റെ ഭാര്യയുടെ ഉപദേശപ്രകാരം 50 മുഴം ഉള്ള കഴുമരം ഉണ്ടാക്കുകയും ആ കഴുമരത്തിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതുമായ അവസ്ഥയാണ് അസൂയയും കോപവും നിമിത്തം. തൻ്റെ കൂട്ടുകാരെയും ഭാര്യയെയും വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ മഹിമയെക്കുറിച്ച് ആദ്യം ഹാമാൻ വിവരിക്കുന്നു. അതിനുശേഷമാണ് അവർ തമ്മിൽ കൂടിയാലോചന നടത്തി എന്ത് ശിക്ഷ മൊർദെഖായിക്ക് നൽകാമെന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഹാമാന് ലഭിക്കുന്ന അവസാനം ഹാമാൻ്റെ അന്ത്യം എങ്ങനെയാവുന്നു എന്നുള്ളതാണ് അസൂയയും കോപം നിമിത്തം വിവേകം നശിക്കുന്നവരുടെ അനുഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം. അടുത്തത് എസ്തറിൻ്റെ നയതന്ത്രം. രാജസന്നിധിയിൽ ആദ്യം രാജാവ് കൃപ തോന്നി അവളുടെ നേരെ ചെങ്കോൽ നീട്ടുമ്പോൾ എന്ത് ആവശ്യം വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാമെന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് അവൾ ആവശ്യങ്ങളൊന്നും വേദന വെക്കാതെ അവൾ രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുന്നു. ആദ്യത്തെ വിരുന്നിലെത്തുന്ന രാജാവിനും ഹാമാനോടും അവിടെയും രാജാവിൻ്റെ അടുത്ത് അവൾ ആവശ്യങ്ങൾ പറയാതെ ഒഴിഞ്ഞു മാറുന്നു. വീണ്ടും രാജാവിനെയും ഹാമാനെയും വീഞ്ഞു വിരുന്നിന് ക്ഷണിക്കുന്നു. ഇവിടെ എസ്തർ ചെയ്യുന്നത് അവൾക്ക് തക്ക ഒരു സമയം ലഭിക്കുന്നതിനായിട്ട്, അവൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നതിനും അവസരത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നതിനുമായിട്ട് അവളുടെ നയതന്ത്രപരമായി അവൾ അവിടെ തക്ക സമയം ഉണ്ടാവുന്നതിന് വേണ്ടി അവൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന അവളുടെ നയതന്ത്രപരമായ പ്രവൃത്തിയാണ് അവസാനം അവളുടെയും അവളുടെ സമുദായത്തിൻ്റെയും ഉന്നമനത്തിന് ഇടയാകുന്ന കാര്യം എന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് രാജസന്നിധിയിൽ തൻ്റെ ആവശ്യം രാജാവിനെ അറിയിക്കാതെ 2 പ്രാവശ്യം അവൾ രാജാവിൻ്റെ അടുത്തു നിന്ന് അത് ഒഴിഞ്ഞു മാറി തക്ക സമയം വരുന്നതിനായിട്ട് കാത്തിരിക്കുന്ന അവളുടെ നയതന്ത്രത്തെയാണ് നമ്മളവിടെ വിശദീകരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.